ചെടിത്തോട്ടത്തിലെ പരിപാടി എല്ലാം കഴിഞ്ഞു. രാവിലെ എന്തായാലും അമ്മ നമ്മുടെ ഗൂസിനെയൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. അതെ നമ്മുടെ ആട്ടിൻ്റെ ഹായ് മച്ചാന്മാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പം എല്ലാവർക്കും ഒരു എന്താ പറയുക, ഹാപ്പി സൺഡേ. അപ്പം നമ്മുടെ ഇന്ന് ഞായറാഴ്ച രാവിലെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. സാധാരണ ഞായറാഴ്ച ദിവസങ്ങളാണ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അപ്പം ഞാൻ രാവിലെ കുറച്ച് താമസിച്ചാണ് എണീറ്റത്. കറക്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 8 മണിയായി ഉണ്ടാവും. അപ്പം ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. അപ്പം കുറച്ചും കൂടെയൊക്കെ ആൾക്കാരും കൂടെ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ എല്ലാം കൂടെയൊക്കെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, വലിയ സംഭവമൊന്നും ഇല്ലെങ്കിലും സാധാരണ ദിനചര്യയെ നമ്മൾ ചെയ്തു വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം വെൽക്കം ടു അങ്ങനെ പറയണല്ലേ. അപ്പം ഡേ ഇൻ മൈ ലൈഫ് എന്ന ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എന്തായാലും അമ്മ നമ്മുടെ ഗൂസിനെയൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് രാവിലെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഇങ്ങനെ പുല്ല് തിന്നുക, നമ്മളിങ്ങനെ വരുന്നത് നോക്കുക, നമ്മളിങ്ങനെ നോക്കി പേടിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് രാവിലെ ഇവരുടെ പരിപാടി. അത്യാവശ്യം വന്നതിനകത്ത് കുറച്ചൊക്കെ വളർന്നിട്ടുണ്ട്, ലീഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് ഇഷ്ടംപോലെ പുല്ല് അയ്യത്തൊക്കെ നിൽക്കുന്നത് കൊണ്ട് നോൺ സ്റ്റോപ്പ് പുല്ല് തീറ്റയാണ്. അതേ എല്ലാം കണ്ട് തിന്നുന്നുണ്ടോ. ഈ വെള്ളയ്ക്കാണ് ഇച്ചിരി കൂടെ കുഴപ്പം. അവൾക്ക് നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോഴൊക്കെ അവളാണ് കൂടുതലും സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നത് കണ്ടോ. രാവിലെ ഉള്ളത് തന്നെ നമ്മുടെ ഒരു ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ രാജ പുള്ളിക്കാരനാണ് നമ്മുടെ ആദ്യം നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചായയോ എന്തെങ്കിലുമൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ കുടിച്ചിട്ട് ആദ്യം നമ്മൾ പോകുന്നത് നമ്മുടെ രാജയുടെ അടുത്താണ്. രാജയ്ക്ക് രാവിലെ അങ്ങനെ വയലിറങ്ങണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാൽ നല്ല ഉറക്കമാണ്. പുള്ളി നടന്നുറങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ല തണലൊക്കെ നോക്കി നല്ല സ്ഥലങ്ങൾ, ഇതാണ് അവൻ്റെ വേസ്റ്റിംഗ് ഏരിയ. നല്ല സ്ഥലങ്ങൾ നോക്കി പുള്ളിക്കാരൻ ഇങ്ങനെ നടന്നുറങ്ങും. രാജ പോവാം, നമുക്ക് ഉറക്കാൻ നട പിന്നെ എഴുന്നേക്കുന്നില്ലേ? എഴുന്നേക്കടോ, വാ നമുക്ക് പോവാം. അയ്യോ ബാ എൻ്റെ മോനാനോ, എന്നെ ഇടിക്കല്ലേടാ, എന്നെ ഇടിക്കല്ലേ അടുത്തെടുക്ക. ഇത് എന്നെ ഇടിക്കാരിയടാ മോനെ, ഇത് ചെറുക്കനാ, കൊള്ളാമല്ലേ. അടിപൊളി. എന്തോ എവിടെ കൊണ്ടിട്ട് ഇടിച്ച് ഇത്ര ഇത് എന്താടാ നോക്കുന്നേ. അപ്പോൾ ഇവനെ നമുക്ക് ആദ്യം തന്നെ കൊണ്ട് വയലിൽ കെട്ടാം. അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മൾ വയലിൽ വന്നു, നമ്മളെ രാജയെ കൊണ്ടുവന്നു. പുള്ളിക്കാരൻ്റെ റൊട്ടീൻ രാവിലത്തെ പരിപാടി കഴിഞ്ഞു. ഇനിയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇവിടെ എല്ലാം നടന്ന് തിന്നാൻ പറ്റും. അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കണമെങ്കിൽ ഈ കാണുന്ന സ്ഥലം കണ്ടോ, ഇത് കരപ്രദേശമാണ്, ഇവിടെ വെള്ളമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന് ഇവിടെ നിന്ന് സുഖമായിട്ട് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വൈകിട്ട് ഒരു 4:30-5 വരെ ഇതാ പുള്ളിക്കാരൻ ഇവിടെ എല്ലാം നിന്ന് തിന്നുകയും ചെയ്യാം. അപ്പോൾ അതിനൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് തീറ്റി ആഹാരം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വൈകിട്ട് വരുമ്പോൾ പുണ്ണാക്കും, പരുത്തി പുണ്ണാക്കും, തവിടും ഇത് കൊടുക്കും. പുളിയരി ഇപ്പം ഞാൻ കൊടുക്കുന്നില്ല. അപ്പം അത്രയുള്ള അവൻ്റെ കാര്യം. ഇനി നമ്മൾ പോകുന്നത് മറ്റൊരാളെടുത്തോട്ടാണ്. ഞാൻ നേരത്തെ ഒരാളുണ്ടെന്ന് പറഞ്ഞില്ലേ, പുള്ളിക്കാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുള്ളിക്കാരനല്ല, അതൊരു പുള്ളിക്കാരിയാണ്. നമ്മുടെ ഒരു ചങ്കാണ്. പുള്ളിക്കാരൻ്റെ കൂട്ടിലോട്ട് രാത്രി പട്ടിയോ കാര്യങ്ങളോ ഒന്നും കയറാതിരിക്കാൻ വേണ്ടി അമ്മ സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ ഈ സംഭവം. വേറൊന്നുമല്ല, നമ്മുടെ തങ്കച്ചി മോള് തന്നെ, നമ്മുടെ ആട്. പുള്ളിക്കാരനകത്തുണ്ട്, എഴുന്നേറ്റെന്ന് അറിയത്തില്ല. ഹലോ ഹലോ എന്തിയാണ്? അയ്യോ കാരി കുടിക്കുമായിരുന്നു. കുടിച്ചു കയറുന്ന നമ്മൾ നുണച്ചിറക്കുന്നുണ്ടോ? കുടിച്ചു കയറുന്നോടി, നാക്കിട്ട് നുണച്ചിറക്കുന്ന കാണിച്ച് അയച്ചേ പെണ്ണാരെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവളെയും കൂടെ അങ്ങ് പുറത്തിറക്കാം. അങ്ങനെ നമ്മുടെ ആട്ടിൻ്റെ അങ്ങനെ നമ്മുടെ ആട്ടൂട്ടനെ ഇവിടെ കൊണ്ട് കെട്ടി. ഇവിടെ ആകുമ്പോൾ രാവിലെയുള്ള നല്ല വെയിലുണ്ട് കേട്ടോ. ആ വെയിലൊക്കെ അത്യാവശ്യം കൊള്ളുന്ന വളരെ നല്ലതാണ്. പിന്നെ ഇവിടെയൊക്കെ നിൽക്കുന്ന പുല്ലും പോച്ചകളും അത്യാവശ്യം ഉണ്ട്, ഇങ്ങനെയൊക്കെ പിച്ച് തിന്നോളും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കൊണ്ട് കെട്ടിയത്. ഇനിയിപ്പോൾ അമ്മ രാവിലെ വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് പ്ലാവില കൊണ്ടുവന്ന് കെട്ടിത്തൂക്കി കൊടുക്കും. അതോടുകൂടി അവളുടെ കലാപരിപാടിയും തീർന്നു. പിന്നെ മഴ പെയ്യുവാണെങ്കിൽ വീണ്ടും അഴിച്ച് നമ്മളതിനെ വേറെ നമ്മുടെ ഇരുത്തിലോട്ട് കൊണ്ട് കെട്ടും കേട്ടോ. ഇനി നമുക്ക് കണ്ടേ ഈ കൂട്ടിലോട്ട് ഒന്ന് കയറണം. ഈ കൂട്ടിൽ കയറിയിട്ട് വേണം ഇന്ന് എത്രമാത്രം ആൾക്കാർ മുട്ടയിട്ടു, ഫുഡൊക്കെ ഉണ്ടോ, വെള്ളം വെച്ച് കൊടുക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുക നമ്മളിവിടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇതിനകത്തോട്ടൊന്ന് കയറി നോക്കാം. ആദ്യത്തെ പരിപാടി ഇവരെ തുറന്നുവിടുക എന്നുള്ളതാണ്. കോഴികളെ ഗുയിസ് ഇറങ്ങു ഗുയിസ്. ഇവിടെ എന്തൊക്കെയാണ് കലാപരിപാടി നടക്കുന്നത്? പോകുന്നില്ലേ? പോടേ. ഓ എന്തൊക്കെ ഷോയാ. നിങ്ങളിട്ട മുട്ട നോക്കട്ടെ. 1 2 3 4 5 6 7 ഐ മീൻസ് അപ്പോൾ ഇന്നലെ മുട്ട പറക്കിയിട്ടില്ല. ഇന്നലത്തെയും കൂടെ മുട്ട ഉണ്ട് കേട്ടോ. അത് കാരണം 5 കോഴിയുള്ളൂ, അപ്പോൾ 7 മുട്ട. അപ്പോൾ ഇനിയും
ഒരു 3 മുട്ടയുടെ വീഴമുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അടുത്ത കൂട് നമുക്ക് പരിചയപ്പെടാം. എന്തിയാ ഒരു ഓടിയോ? അത് തുറക്കാനൊക്കെ പാട്, പഴയ കൂടാ. ഹലോ ഗുയ്സ്, ഗുയ്സല്ലേ ഇത് നമ്മുടെ കാപ്പിരി, ഐ മീൻസ് നമ്മുടെ ടർക്കി കോഴിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗിനിക്കോഴികളുണ്ട്. ഗിനിക്കോഴികൾ അത്യാവശ്യം വളർന്നിട്ടുണ്ട്. ഇവരെ പുറത്ത് വിട്ട് ശീലിക്കണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ഇവരിപ്പോഴേ വിട്ട് കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ, ഒറ്റ പോക്കായിരിക്കും. പിന്നെ നമുക്ക് ഒരു പിടുത്തവും കിട്ടത്തില്ല. പിന്നെ അതുപോലെ തന്നെ എന്തായി നമ്മുടെ പ്രാവുംകുട്ടന്മാർ പിന്നെ എല്ലാവരും ഉഷാറാണ്. ഉമ്മാരെ കണ്ട, ഉമ്മാരെല്ലാം ഉഷാറാണ്. എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകണ്ട്. തൊണ്ട മേളിൽ ഒരു കുഞ്ഞ് ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് കൊത്തു കൂടുവന്നു, ചവിട്ടുന്നു. ആ കുട്ടിയെ കൊത്തിയതിൻ്റെ ദേഷ്യത്തിനാണ് തള്ള വന്ന് 2 കൊത്തു കൊടുത്തു. ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഒരാൾ കണ്ടേ നമ്മളെ കാണിക്കാൻ വേണ്ടി കണ്ടേ ചിറകൊക്കെ വിരിച്ചൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ അവരുടെ സ്റ്റൈൽ അങ്ങനെ കണ്ടോ, ചിറക് വിരിയുന്നുണ്ട്. എന്നാ ഒരു സ്റ്റൈല്, ഇങ്ങനെയാണോ ടർക്കികൾ ചിറക് വിരിയും? നല്ല വൃത്തിയോടെ കൂടെ വിരി. അപ്പോൾ ഇവർക്ക് ഇനി ഫുഡ് കൊടുക്കണം. അതൊക്കെയാണ് ഇനിയുള്ള പരിപാടികൾ. കോഴിക്കോടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഫുഡ് ഇന്ന് മേടിക്കാൻ പോകണം, കാരണം തീർന്നിരിക്കുകയാണ്. ഞാൻ പോയി കടയിൽ പോയി ഇവർക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വരാം. അങ്ങനെ നമ്മൾ കടയിൽ പോയി കുറച്ച് മലക്കറി മേടിക്കേണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഴിക്ക് തീറ്റെല്ലാം മേടിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ വന്നപ്പോഴത്തേക്ക് വിശക്കുന്നു. എന്നാൽ പിന്നെ കുറച്ച് ദോശയും നല്ല അടിപൊളി ചമ്മന്തിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതും കൂടെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് പണി തുടങ്ങാം. അപ്പം ഫുഡ് അടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഓക്കെ ആയി. ഇനിയുള്ള പരിപാടി നമ്മുടെ ടാർജറ്റ് ഇവിടെയാണ്. ഇവിടെ കുറേ സമയം എടുക്കും എനിക്ക് പരിപാടികൾ ചെയ്ത് തീർക്കാൻ. കാരണം എന്താ പറയുക, ഇതിനെല്ലാം വെള്ളം കൊടുക്കണം, ഇതിനെല്ലാം തീറ്റ കൊടുക്കണം, പിന്നെ പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കണം, കുറേ പണിയുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. കാരണം ഇന്ന് എല്ലാവരും അമ്പലത്തിൽ പോയേക്കാണ്. വൃശ്ചിക ആയതുകൊണ്ട് തന്നെ എല്ലാവരും ബിസിയാണ്. അപ്പോൾ അവരെല്ലാം അമ്പലത്തിൽ പോകുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. സോ എനിക്ക് വീഡിയോ എടുപ്പും അതിന് ഫുഡ് കൊടുപ്പും വെള്ളം മാറ്റക്കും ഒന്നും ഒരുമിച്ച് എന്തായാലും നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചക്കരി കുഞ്ഞിനെ കെട്ടിയിട്ടേക്കുവാണ്. നമ്മളിവിടെ ഇല്ലാത്തപ്പോൾ ഒന്ന് കെട്ടിയിടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുത്തക്കേടാണ്. അമ്മയുള്ളപ്പോഴേ അഴിച്ചു കൊടുത്തോളൂ. കാരണം എന്ന് പറഞ്ഞാൽ സോഫ സെറ്റ് പിന്നെ തുണികൾ എല്ലാം എടുത്തുകൊണ്ട് ഓട്ടമൊക്കെയാണ്. കണ്ണ് കണ്ടോ, ഒരു കണ്ണിൻ്റെ കളർ മഞ്ഞയും വേറെ കണ്ണിൻ്റെ കളർ നീലയാട്ടോ. ചക്കി അമ്മ വരുമ്പോൾ നിന്നെ അഴിച്ചു വിടും കേട്ടോ. കുത്തക്കേടാണ്, കുത്തക്കേട്. ആരും ഇല്ലാത്തപ്പം എല്ലാം മാന്തി നശിപ്പിക്കും. മാറടേ കുടി പോകുന്നില്ലയോ? ഇത് തത്തിത്തെ പുതിയത്തെ കളിച്ചു നടക്കുന്നേ. കുടിപ്പോ എന്നാൽ കുറച്ച് ഇറങ്ങി കിടന്നു. അപ്പോൾ ഗായ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഭാഗത്തുള്ള ഫുൾ ജോലി നമ്മൾ ഒതുക്കി കഴിഞ്ഞു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പാത്തുവിൻ്റെ കൂട്ടിൽ വെള്ളം മാറ്റി, അതുപോലെ തന്നെ ഫുഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്തു ഹാപ്പി. ഇന്നൊരു ചിലന്തി വരെയൊക്കെ അടിക്കണമല്ലേ. അതിനുശേഷം നമ്മുടെ തങ്കച്ചിക്കുട്ടിക്ക് നമ്മുടെ തോലൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. തോല് കെട്ടി കൊടുത്തിട്ടുണ്ട്. തങ്കച്ചിക്കുട്ടി നിന്ന് തോല് തിന്നുന്നുണ്ട്. തങ്കച്ചിക്കുട്ടി എങ്ങനെയുണ്ട്? വാര നിറച്ച് തിന്നിട്ട് സുഖമായിട്ട് കിടന്നു തുടങ്ങണം കേട്ടോ. ആ മരത്തിൻ്റെ അതാണല്ലോ, നമ്മുടെ അത്തിമരം ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൂടുതൽ ഞാൻ കാണിച്ചു തരാം. ഇവർക്കും ഫുഡ് കൊടുത്തു, വെള്ളവും കൊടുത്തിട്ടുണ്ട്. ഇവരുടെ കാര്യം ഓക്കെയാണ്. അവർ ഇനിയുള്ളവരെല്ലാം മുട്ട ഇട്ടോളും. കാരണം നമ്മൾ നേരത്തെ കിടന്ന മുട്ടയെല്ലാം എടുത്തുകൊണ്ട് പോയി. ഇനിയിപ്പം അടുത്തൊരു കൂടെന്ന് പറയുമ്പോഴത്തേക്ക് പ്രാവുകൾക്കെല്ലാം തീറ്റ കൊടുത്തിട്ടുണ്ട്. പ്രാവുകൾക്കെല്ലാം തീറ്റ കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാ കോഴിലും തിന്നതിൻ്റെ വേസ്റ്റ് കൂടെ കൊണ്ടിട്ടേക്കും. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു വേണമെന്ന് പറയുന്നത് ഉള്ളിപ്പറക്കി തിന്നോളും. പിന്നെ ഇതിൽ നമ്മൾ കൊച്ചു കോഴികളായതുകൊണ്ട് തന്നെ ഗ്രോവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവർക്കെന്ന് പറഞ്ഞാൽ വെള്ളവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജോലി തീർന്നു. പ്രാവിനുള്ള ഫുഡും ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രാവുകൾക്കുള്ള ഫുഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരും ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്. അപ്പം അവരൊക്കെ അവിടെ നിന്ന് തിന്നട്ടെ. അതിനുശേഷമുള്ള പരിപാടി നമ്മുടെ പ്രാവുകളെല്ലാം ഉണ്ട്. ഇതുണ്ട് നല്ല രസമില്ല. നമ്മളെ കാണുമ്പോൾ നല്ല പീലി വൃത്തം. എനിക്ക് തോന്നി പീലി വൃത്തത്തിനൊക്കെ ആണുങ്ങളായിരിക്കും കേട്ടോ. പക്ഷെ 4 എണ്ണം പീലി വൃത്തമുണ്ട്. ഈ 4 വേണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, നമുക്ക് അടുത്തൊരു കൂടെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്ട് ഈ ഒരു കൂടാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു കൂടെന്ന് പറയുമ്പോഴത്തേക്ക് കണ്ട ഇതിനകത്ത് ഗ്രോവർ കൊടുത്തേക്കുന്നത്. കാരണം കൂടുതലായിട്ട് ഇതിനകത്ത് കുട്ടികളാണുള്ളത്. പിന്നെ അട വെക്കാൻ വേണ്ടിയിട്ട് മുട്ടകൾ നമ്മൾ ശേഖരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ കൂട്ടുള്ള വിശേഷങ്ങൾ. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് കുളിക്കണം. കാരണം നമുക്കിന്നൊരു കല്യാണമുണ്ട്. അപ്പോൾ ഞാനുണ്ട്, നമ്മുടെ വിഷ്ണുവുണ്ട്, ഹരിയുണ്ട്, ശരത്തുണ്ട്, ബിന്ദു ചേച്ചിയുടെ മോളുടെ കല്യാണം. അപ്പോൾ അതിനാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊന്ന് കുളിച്ച് ഒരുങ്ങിയിട്ടൊക്കെ വരാം. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കല്യാണത്തിന് പോവാണ്. പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ശരത്ത് വന്നിട്ടില്ല. വിഷ്ണു അവൻ്റെ അനിയനുണ്ട്. 12 തന്നെ വണ്ടി കഴിയണം കേട്ടോ. വണ്ടിയെല്ലാം കഴിയും. നമ്മളിപ്പോൾ ഇവിടുന്ന് പോകാൻ പോവാം.
അങ്ങനെ നമ്മൾ കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നു. നല്ല ഫുഡായിരുന്നു. സദ്യ എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നിട്ട് ചെറുതായിട്ടൊന്ന് മയങ്ങി. അതിന് ശേഷം നമ്മൾ താണ്ടൊന്ന് പുറത്തോട്ടിറങ്ങി. വരുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 മൂട് ചെടി മേടിച്ചു. ഒരു ബോഗൺവില്ല, പിന്നെ 2 കലമ്പോട്ടി മോഡൽ ചെടിയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നാണ്ടാണ്ട കൊണ്ട് വെച്ചേക്കുവാണ്. ഞാൻ ഇതുവരെയും കുഴിച്ചൊന്നും ഇട്ടിട്ടില്ല. അതിനുള്ള സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്താണെന്ന് അറിയത്തില്ല, സ്പെഷ്യലായിട്ട് ഭയങ്കര ചൂടുണ്ട് കേട്ടോ. അപ്പോൾ യുവന്മാരെ നമുക്ക് എവിടെ ഒന്ന് കുഴിച്ച് നോക്കണം. അതാണ് നമുക്ക് ഇനി അടുത്ത പരിപാടി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചെടികളെല്ലാം വെക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് തന്നെ ഞാൻ ഇവിടെ കുറേ പുല്ലും പോച്ചയും അതും ഇതും എല്ലാം കൂടെ മണ്ണും ചപ്രവും മാങ്ങത്തൊലിയും അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ കിടന്നായിരുന്നു. പിന്നെ അത് ഇതെല്ലാം കുറേയൊക്കെ നമ്മൾ ചെത്തിയൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് പിടിച്ച് കൂട്ടി കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇവൻ ഇവിടെ കിടന്ന് കിളിക്കും. അതാണ് കുഴപ്പം. ഇത്രയും ഭാഗം അവിടെ ചെത്താണ്, പക്ഷേ ഇന്ന് സമയമില്ല. ഇത് തന്നെ കുറേ സമയം എടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള തറയാണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം, കട്ടിയുള്ള പോച്ചയാണെന്നുണ്ടെങ്കിൽ ചെത്തി കയറ്റാൻ വലിയ പാടാണ്. നമ്മളിങ്ങനെ ചെത്തി ഒന്നെടുത്ത് വൃത്തിയാക്കാമെങ്കിൽ ഒരു പരിപാടി ഇതൊന്ന് കൂട്ടിയിട്ടേക്കാമെങ്കിൽ ജസ്റ്റ് നാളത്തെ വെയിലത്തൊന്ന് പാടും. വേണമെന്നുണ്ടെങ്കിൽ അതിന് തെങ്ങിനെ ഒട്ടിയിടിയോ കത്തിച്ച് കളയുന്നത് നല്ല കാര്യമല്ല. ഏറെല്ലാം കൊണ്ടിടുകയാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ മേലെ കുറച്ച് മണ്ണും കൂടെ വെട്ടിയിട്ടാന്നുണ്ടെങ്കിൽ വളമാകും. കാലത്ത് അങ്ങനെ ആരും ചെയ്യാതെ. ഓക്കെ, അത്യാവശ്യം നമുക്ക് ആ 2 ചെടി എവിടെയെങ്കിലും ഒന്ന് കുഴിച്ച് നോക്കണം. എന്തിൻ്റെയൊക്കെ വേര്. നമുക്ക് ഒരു ചെടി കലമ്പോട്ടി നമുക്കിവിടെ വെക്കാം. മറ്റേത് വേറെ നമുക്ക് അടിവളം തോനെയും കൂടെ അത്യാവശ്യം നല്ലൊരു കുഴി എടുക്കുന്നത് നല്ലതാണ്. നല്ല പൊടിഞ്ഞ ചാണകം ചെവിട്ടി ഇട്ട് കൊടുക്കാമെങ്കിൽ പുള്ളിക്കാരൻ്റെ വേരോടും കയറി വരും. അങ്ങനെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു പാളിക്ക് മേലിലൂടെ കുറച്ച് മണ്ണും കൂടെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ കലമ്പോട്ടിക്കുട്ടൻ്റെ ചെവിട് സൈഡ് കണ്ട ഫുള്ള് വേരാണ്. കണ്ട നീ വേര് അങ്ങ് ഓടിക്കോളും. അതാണ് അടിയിലൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് മണ്ണൊന്ന് അടുപ്പിച്ച് കൊടുക്കാം. അടുത്തത് നമുക്ക് കണ്ട് ഇവിടെ വെക്കാം. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഏറിയ കേട്ടോ. ഇവിടെ ഒന്ന് കുഴിച്ചെടുക്കണം. അതിൻ്റെ ചെവിടിൽ ചിട്ടായിട്ട് കൊടുക്കുക. കുറച്ച് മണ്ണ് ഓരോ ഇതിലും കൂടെ നമ്മൾ ആവശ്യം ഒരു ചെടി വെക്കുമ്പോഴത്തേക്ക് ആ ഒരു പണി അങ്ങ് തീരും. ഇതും കൂടെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആ പണി തീർന്നു. ഓക്കെ, അയ്യ ഇതും കൂടെ മണ്ണങ്ങ് നീക്കിയിടുക. തങ്കച്ചി മോളാണ് നമ്മളെ കാത്തിരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് ഇത്തിരി തോലെടുക്കുന്ന സമയം പുള്ളിക്കാരി എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് എന്തോന്നോ അത് അങ്ങനെ എടുത്തോട്ട് പോരും. അത് അറിയില്ല നമുക്ക് അങ്ങോട്ട് തിന്നെ എന്നിട്ട് അങ്ങനെ നമ്മൾ ആടിന് തീറ്റ കൊടുത്തു. നീ എവിടെ പോന്നു? ഞാൻ അമ്പലത്തിൽ. എപ്പം പോവാ? വൈകിട്ട്
ഇന്നത്തെ വീഡിയോയ്ക്ക് അത് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയതേ കാരണം ഇവർ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കായിരുന്നു നമ്മുടെ വീഡിയോ എടുപ്പ് കഴിഞ്ഞത്. വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കല്യാണത്തിന് പോയി. പിന്നെ വന്നിട്ട് ഞാൻ ചെടി പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ ഇവരുടെ വീട്ടിൽ നിന്ന് 2 പേര് വന്നിരുന്നു. അവരെല്ലാം പോയതിന് ശേഷം ഞങ്ങൾ വേറെ റെഡിയാവുന്നു. അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇന്ന് വീഡിയോയ്ക്കകത്ത് ഇല്ലായിരുന്നത്. കുഴപ്പമില്ല, അതുകൊണ്ട് ഇന്നത്തെ വീഡിയോക്കകത്ത് വേണ്ട. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് കാളയൊക്കെ ഇനി കയറി കയറണം. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോക്കകത്ത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അമ്മൂമ്മയെ നമ്മൾ അമ്മൂമ്മ പഴയ വീട്ടിലാണോ താമസിക്കുന്നത്, എന്തുവാ അത് കണ്ടപ്പോൾ ചില കമൻറ്റ് ഉണ്ട് പഴയ വീട്ടിൽ താമസിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് വീഡിയോ കാണൽ നിർത്തിയെന്നും പറഞ്ഞുകൊണ്ട് 2-3 പേര് കമൻറ്റ് ഇട്ടേക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അമ്മൂമ്മ പഴയ വീട്ടിലല്ല, ഞങ്ങളുടെ കൂടെ ആ വീട്ടിൽ തന്നെ. പക്ഷെ പകല് അമ്മൂമ്മ ഇവിടെ ഇരിക്കുന്നത്. അത് ഫോട്ടോയ്ക്ക് വിളക്കത്തിപ്പും കഴിഞ്ഞോട്ട് അമ്മൂമ്മ ഇവിടെ ആയിരിക്കും. വൈകിട്ട് അങ്ങ് വരും. കഴിക്കുന്നതൊക്കെ എല്ലാം അവിടാണ്. അമ്മൂമ്മ കിടക്കുന്നത് എവിടാണ്, എല്ലാം അവിടെ. പിന്നെ കാണിച്ചു കൊടുക്കണായിരിക്കട്ടെ. അമ്മൂമ്മ അമ്മൂമ്മ നമ്മള് വിളിച്ചാലും അമ്മൂമ്മ വരത്തില്ല. അമ്മൂമ്മ പകൽ ഇവിടെ തന്നെ ഇരിക്കത്തുള്ളൂ. അപ്പൂപ്പന്റെ ഫോട്ടോ ഒക്കെ നോക്കി ഇവിടെ തന്നെ ആയിരിക്കും. രാവിലെ അവിടെ നീങ്ങി വരും. അമ്മൂമ്മ അവിടെ തന്നെയാണ് സ്ഥിരം ഇരിക്കുന്നത്. അപ്പോൾ അത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ, അല്ലാതെ അമ്മൂമ്മ ഇവിടെ അല്ല, അമ്മൂമ്മ ഒറ്റപ്പെടുത്തിയതല്ല. ഞാൻ പിന്നെ കമന്റുകൾ വായിക്കാത്തോണ്ട് ഞാൻ കമന്റ് വായിക്കും. അതുകൊണ്ട് അല്ല, സ്നേഹിക്കുന്നവർ തന്നെ ആയിരിക്കും ചോദിച്ചേക്കുന്നത്, നമ്മളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ചോദിച്ചേക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടും ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടി പറഞ്ഞതാ. അമ്മൂമ്മ ഇവിടെ അല്ല, നമ്മുടെ കൂടെ തന്നെയാണ്. നല്ല ഹാങ്ങർ ഐഷന്റെ ഷർട്ട് നോക്കിയതാ. അങ്ങനെ നമ്മുടെ ചെടിത്തോട്ടത്തിലെ പരിപാടി എല്ലാം കഴിഞ്ഞു. വൈകിട്ട് അമ്പലത്തിൽ പോകുന്നില്ലേ? അപ്പോൾ ഞാൻ കാള അഴിച്ച് കെട്ടുക. അമ്മ കാളയ്ക്കുള്ള കാടി അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവന്മാരുടെ കൂട് വൃത്തിയാക്കണം, കോഴിക്കൂട് സെറ്റ് ചെയ്യണം. അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഡേ ഇൻ മൈ ലൈഫ് എന്ന നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ പര്യവസാനിക്കുന്നതാണ്. നമുക്ക് രാജയെ കൊണ്ടുവരാം. നട ഇവനൊരു കുഴപ്പമെന്ന് പറഞ്ഞോണ്ടല്ല, ഇവൻ നമ്മുടെ ഈ ഒരു വാലിനകത്ത് ഈ വെള്ളം പറ്റുമ്പോൾ ഇവന് ഈ വാല് കുടയുമ്പോൾ നമ്മുടെ മുഖത്ത് വെച്ച് കേട്ടാ. ഇത്രയും നേരം അവന് കുടയുണ്ടായിരുന്നു, ഇപ്പോഴാണ് അവന് കുടയേക്കാൻ വന്നത്. ഓ സംഭവം എങ്ങനെയുണ്ട്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. പുള്ളിക്കാരൻ വന്നപ്പോഴുള്ള ലുക്കാണോ അതോ കുറച്ച് വ്യത്യാസമൊക്കെ ആയിട്ടുണ്ട്? വന്നപ്പം പുള്ളിക്ക് നടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. കാരണം പുള്ളിയുടെ കുളമ്പോ കാര്യങ്ങളോ ഒക്കെ അത്യാവശ്യം തേഞ്ഞ് തന്നെയാണ് കേട്ടോ. അപ്പോൾ തലയൊക്കെ എടുത്ത് ഇരിക്കുന്നുണ്ട്. മനെ രാജേ പാവ. കൊച്ചിനെ സ്നേഹിക്കുന്നതിനൊന്നും കൊച്ചിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരിക്കലും കൊച്ചിനെ നമ്മൾ ഉതിരിക്കരുത്. രാജ ഉതിരിക്കെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ ഹൈറ്റ് ഉണ്ടോ അക്കരപ്പം ഞാൻ ഇതാ പക്ഷേ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇവനെ ശരീരം നൊന്ത് കഴിഞ്ഞാൽ പിന്നെ വിധം മാറും. നിങ്ങൾക്കറിയാലോ, ഇഷ്ടംപോലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതാണ്. ആ വാല് മടക്കി മുഖത്ത് അടിച്ചായിരുന്നു, പാട് വീണോന്നൊക്കെ. വീണോടാ? എന്നാ വാ പോവാം. പോട്ടെ. അങ്ങനെ പുള്ളിക്കാരൻ വെള്ളമൊക്കെ കുടിക്കുകയാണ്. നമ്മൾ ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ പുള്ളിക്കാരൻ വെള്ളം കുടി ഞാൻ കാണിച്ചില്ലായിരുന്നല്ലോ. പുള്ളിക്കാരൻ നാണ്ട വെള്ളമൊക്കെ കുടിച്ച് ഹാപ്പിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇന്നലെ നമ്മൾ വന്നപ്പം താമസിച്ചു. ഇവിടെ കുറച്ച് വർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ പുള്ളിക്കാരൻ ഞാൻ അഴിച്ചത് രാത്രി 8:30. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് കണ്ണ് കാണാൻ പറ്റാത്തതാണെന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ എന്നെ വൈകി മൊത്തം ഇട്ട് ഉരുട്ടി ഓടിച്ച് പുള്ളി ഓടി. എനിക്കും സത്യം പറഞ്ഞാൽ മൊബൈലിൽ വെട്ടത്തിലാണ് ഞാൻ പോയത്. അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു ഇന്നലെ. അതുകൊണ്ട് ഇന്നോട്ടൊരു കാര്യം തീരുമാനിച്ചു, എത്ര ബിസി ആണെങ്കിലും നേരത്തെ രാജയെ അഴിക്കുക വരിക, അതാണ് അടുത്ത പ്ലാൻ. ഒരു ചേരും വെള്ളം, അതാണ് അവൻ്റെ പ്ലാൻ. ഇനിയിപ്പോൾ കയറിപ്പോകുന്ന രംഗമുണ്ട്, ഒരുമാതിരി ഗുണ്ട് വയറൊക്കെ ആയിട്ട് കാണാം. കാല് നോക്കി നല്ലവനാ. അവൻ വിചാരിച്ചാണ് കാലെടുത്ത് ചരുവത്തി വെക്കാൻ പറഞ്ഞായിരിക്കും. എന്തരടേ അത് വെക്കടേ അതെന്തോ നീ ആനയാണോ ഓല എടുക്കാൻ? നടരാജ് നടക്കങ്ങോട്ടെ, കയറട്ടങ്ങോട്ടെ. നെക്സ്റ്റ് എല്ലാ ആൾക്കാരും ചോദിക്കുന്ന മറ്റൊരു കാര്യത്തിനും കൂടി ഒരു ആൻസർ പറയാൻ തോന്നുന്നു. വേറൊന്നുമല്ല, പലപ്പോഴായിട്ട് ചോദിക്കുന്നതാണ്, എന്താണ് ഇവനെ എരുത്തിൽ കെട്ടാത്തതെന്ന്. നമ്മൾ എരുത്തിൽ കെട്ടിയിരുന്നു. കെട്ടിയപ്പോൾ തന്നെ അവൻ നമുക്ക് 8ൻ്റെ പണി തന്നിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എരുത്തിൽ അവൻ നാശമാക്കിയിരുന്നു എന്നാണ് അർത്ഥം. അപ്പം അതുകൊണ്ട് നമ്മളിന്ന് എരുത്തിൽ പിന്നെ കെട്ടാറില്ല. കെട്ടുന്നത് ഈ മാവിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ എന്തിനാണ് ഇവിടെ പോയതെന്ന് എനിക്കറിയത്തില്ല. ഇത് തുറുവാണ് കേട്ടോ. പണ്ട് ഇവിടെ 5-6 പശുക്കൾ അപ്പുള്ള സമയത്തുണ്ടായിരുന്നു. 5-6 പശുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തുറുവാണ്. ഇതിനകത്താണ് നമ്മൾ
വൈക്കോലൊക്കെ ഇടുന്നത്. പോട്, ഹേയ് നടക്കടാ, ഇങ്ങോട്ട് ഈ വഴി പോവും. ആ പോട് പോട്. പോകാളെ കേറുന്നില്ലേ, വാഴ എത്താതെ വേണ്ട. രാജയുടെ പരിപാടി കഴിയും. പോട്ടറാ, ശരിയടാ. യു ശരിക്കത്തില്ലായിരുന്നു കേട്ടോ. അതോടുകൂടി അവൻ്റെ കലാപരിപാടി കഴിയും. അപ്പം നമ്മൾ അടുത്ത ലാസ്റ്റായിട്ട് എല്ലാ കൂട്ടിലും വൈകിട്ട് കോഴിക്കോടി വന്നതിന് ശേഷം വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ അടുത്ത പരിപാടികൾ. അപ്പോൾ ഈ കൂടി നോക്കിയപ്പം വെള്ളമുണ്ട്, തീറ്റയുണ്ട്, ഇഷ്ടംപോലെ മുട്ടയും പറക്കാൻ കിടപ്പുണ്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിലും വെള്ളമുണ്ട്, ഗ്രോവർ തീറ്റ കിടപ്പുണ്ട്, കള്ളപ്രാവുകൾ അടിച്ചുമാറ്റി തിന്നുന്നുണ്ട്. വെരി ഗുഡ്. നമ്മൾ അടുത്ത കൂട്ടി വരുമ്പോഴത്തേക്ക് കോഴികളുണ്ട്, വെള്ളമുണ്ട്. ഒന്ന് ഇത്ര നമ്മൾ രാവിലെ 7 മുട്ട പറക്കുന്നതാണ്, ബാക്കി 5 മുട്ട അവിടെ കിടപ്പുണ്ട്. കാണണോ? സംശയമാണോ? ഹരി കാണിച്ചോറ്. കണ്ട 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 കണ്ട. യെസ് 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 യെസ്. ചെറുതായിട്ട് ബ്ലറായാൽ മതി, അവർക്ക് മനസ്സിലാവും, എണ്ണാൻ പറ്റുമല്ലോ. വരൂ. അതിനുശേഷം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും മുൻ സൈഡിലോട്ട് പോവുകയാണ്. ഇനി ഇവൻ ഈ കൂട്ടി കയറണം. അത് കുറച്ച് കഴിയുമ്പം അവൻ ഓട്ടോമാറ്റിക്. എവിടെ പോവാ? നിങ്ങൾ അമ്പലത്തിൽ പോകണോ? എല്ലാവരും ഒരു ഹായ് പറയും. അമ്മ ഗൂസേനി ഇപ്പം തുറന്നുകൊണ്ടല്ലേ? ഗൂസിനെ തുറന്നു വിടുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പുല്ല് കൊടുക്കാം. ഇവൻ്റെ കളി പോകണമെന്ന് പൈസ എന്നാ 20. പിന്നെ വണ്ടിയുടെ ഇതിനകത്ത് കിടപ്പുണ്ട് 5-ൻ്റെ 5-6 കോയിൻസ്, അത് എടുത്തോണേ. ഓക്കെ. നമ്മുടെയൊക്കെ വീഡിയോസ് എന്ന് പറയുമ്പം അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇപ്പം മാക്സിമം ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്തില്ല, ഒരു 15 മിനിറ്റോ 25 മിനിറ്റോ 30 മിനിറ്റോ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതുപോലെ ഒന്നുമല്ല, കുറേ നേരത്തെ പണികളുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ്, നിങ്ങൾക്കറിയാം, പണ്ടോട്ട് എൻ്റെ വീഡിയോ ആണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ കുറേ മൃഗങ്ങൾ നമുക്കിവിടെ ഉണ്ടായിരുന്നു. പിങ്കി ആയാലും വട്ടുളപ്പൊടനായാലും തക്കുടു ആയാലും കുറേ ആടുകളായാലും പശുക്കൾ, നന്ദിനി, കിങ്ങിണി, പിന്നെന്താ പറയുക, നമ്മുടെ അപ്പു, പോത്ത്, അങ്ങനെ അതിനെല്ലാം എനിക്ക് ഒഴിവാക്കേണ്ടി വന്നത് ഞാൻ പറഞ്ഞിരുന്നു. എനിക്കൊരു ഓപ്പറേഷൻ കാര്യങ്ങൾ എനിക്കെല്ലാം അമ്മയ്ക്കുണ്ടായിരുന്നു. ആ ഒരു കാരണത്താലാണ് വീണ്ടും ഞാൻ ഓരോന്നിനെ വീണ്ടും കുറേശ്ശെ കൊണ്ടുവരുവാണ്. അപ്പോൾ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനിയിപ്പോൾ ഈ ചെടിക്കൊക്കെ വെള്ളം കോരാണ്ട്, അതുപോലെ തന്നെ ഹരിക്ക് എവിടെ അത്യാവശ്യമായിട്ട് പോകണം, അവർ അമ്പലത്തിലാണ്. വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ചെടിക്കെല്ലാം വെള്ളം കോരാണ്ട്, ടോമിയും ഷാഡോയൊക്കെ എപ്പോഴും കുഞ്ഞുനാളോട്ടെ അങ്ങനെ ശീലിച്ചുകൊണ്ട് വെയിറ്റ് ഞാൻ ഇപ്പം തരാം, അല്ല ഇപ്പം വിടാം. റോക്കിയൊക്കെ തുറന്നു വിടണം, കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കണം, അതിനുശേഷം കുളിക്കണം, പിന്നാണ് ഈ ചെയ്ത വീഡിയോസ് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ പര്യവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോ കാണാം. ബൈ.